നമസ്കാരം. ഇത് ചിറയൻകീഴ് ശാർക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ്. ഇത് വ്യാഴാഴ്ച ദിവസം മുടിയൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ദാരികനും ഭദ്രകാളിയും തമ്മിൽ നിലത്തിപ്പോരിൻ്റെ യുദ്ധം നിശ്ചയിച്ചതിന് ശേഷം അവർ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ ഭദ്രകാളി ദാരികനെ തിരക്കി പോകുന്ന ഒരു ഇതാണ് ഇതിൻ്റെ സങ്കല്പം. ഈ പോകുന്ന വഴിയിൽ നിറപറ അളക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. വെച്ചൊരുക്കും നിറപറയും. ഇത് ക്ഷേത്രത്തിൽ നിന്ന് 2 കരകളിലായിട്ടാണ് ഈ ഭദ്രകാളി പുറപ്പെടുന്നത്. ഭദ്രകാളി ഈ തിടമ്പേന്തി ആണ് പോകുന്നത്. അപ്പോൾ ഭക്തജനങ്ങളെല്ലാം വഴിനീളെ നിലവിളക്കും ഒക്കെ ഒരുക്കി ഇതേപോലെ തന്നെ നിറപറയും വെച്ച് സ്വീകരിക്കുന്നതാണ്. ഭദ്രകാളിക്ക് പോകാനും ഈ ദാരികനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അത് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര മൈതാനിയിൽ തന്നെയുള്ള സ്ഥലത്ത് വെച്ച് നിലത്തിപ്പോര് നടക്കുന്നതാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 2 കരകളിലായിട്ട് ഭദ്രകാളി ദാരികനെ തേടിപ്പോകുന്ന ഒരു ഇതാണ് സങ്കല്പികം. എങ്ങനെയാണ് ഇത് ഈ പറയളക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ധാരാളം പറയുണ്ടായിരുന്നു. ഭക്തജനങ്ങൾ പല സ്ഥലത്തുനിന്നും വന്ന് പറയിട്ടവരാണ്. അവർ ഇത് ഇവിടെ നിന്ന് പറയിട്ടിട്ട് എളുപ്പം പോകാൻ കണക്കാക്കി ക്ഷേത്രത്തിലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ വിത്ത് നമ്മൾ നെൽവിത്ത് പിടിച്ച് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുണ്ടാവും എന്ന് കരുതി എല്ലാവരും ഈ നെൽവിത്ത് പിടിക്കുകയും അടുത്ത ഒരു വർഷത്തേക്ക് ഇത് കരുതി വയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ വെറ്റില പറത്തുന്നുണ്ട്. പിന്നെ ഈ ഭദ്രകാളിയുടെ ഈ തിടമ്പിന് മുകളിൽ കുഞ്ഞുങ്ങളെയെല്ലാം ആരതി ഒഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇത്. കേരളത്തിൽ വടക്കോട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ധാരാളം കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്. അത് തെക്കോട്ട് അത്ര വലുതായിട്ടില്ല. ഇവിടെ ശാർക്കരയും പിന്നെ കൊടുങ്ങല്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് പണ്ട് മഹാരാജാവിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് ഒരു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നേർച്ചയായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയേക്കാം എന്നുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഇത് തുടങ്ങി വെച്ചത്. ഇത് ഏകദേശം ഒരു 400 വർഷങ്ങളോളം കഴിയുന്നു ഇത് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ദേവസ്വം ബോർഡാണ് ഇത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകരെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.